ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം ആയിട്ടാണ്. ഇന്ന് നമ്മളൊരു പഴം ഉണ്ടയായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് അരിപ്പൊടിയും പഴമൊക്കെ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഈ കാണുന്ന 2 റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നേന്ത്രപ്പഴം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ റോബസ്റ്റ പഴം വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റോബസ്റ്റ പഴവും ചെറുപഴമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഇത് നമുക്കൊന്നില്ലെങ്കിൽ ഇത് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പഴത്തിൻ്റെ ആ ഒരു 2 അറ്റം ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, ഞാൻ വീഡിയോയിൽ ഉരുളൻകിഴങ്ങ്, മുട്ട അല്ലെങ്കിൽ പഴം ഇങ്ങനെയൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കാറ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ എല്ലാം ഒരുപോലെ അങ്ങ് കിട്ടും. നമ്മുടെ കൈ വെച്ച് നമ്മൾ കുഴയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാഷർ വെച്ചിട്ട് നമ്മൾ ഒന്ന് കുഴച്ച് മാഷ് ചെയ്തെടുക്കുമ്പോഴോ ഒന്ന് നമുക്ക് ചിലതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ടകളായിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ കിടക്കാതിരിക്കാനും എല്ലാം ഒരുപോലെ തന്നെ അന്ന് അരിഞ്ഞു വരാൻ ആയിട്ട് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഗ്രേറ്റർ വെക്കുന്നത് കേട്ടോ. ഗ്രേറ്റർ വെച്ച് ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ 2 പഴങ്ങളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് നല്ല നമ്മൾ കുഴച്ചെടുത്ത പോലെ തന്നെയാണ്, ഉടച്ചെടുത്ത പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 1.5 ടേബിൾ സ്പൂണോളമുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കശുവണ്ടി, ഞാനിവിടെ ഒരു 4 കശുവണ്ടി ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. ഈ ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ചേർക്കുക. എങ്കിലാണ് ഇതൊരു സ്നാക്കായിട്ട് വരുമ്പം നമ്മൾ കടിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കഴിക്കുമ്പോഴത്തേക്കും ഓരോ ബൈറ്റിലും നമുക്ക് ആ ഒരു കശുവണ്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് തന്നെ അരിയണം. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ മുഴുവനോടെ കൂടെ തന്നെ ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചേർക്കുന്നത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഞാനിന്നിപ്പോൾ ഇവിടെ ഈ ഒരു കശുവണ്ടിയും ഉണക്കമുന്തിരി മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഡ്രൈ നട്ട്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴം നമുക്ക് ഈ നെയ്യിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ഒന്നും കുഴച്ച് ആക്കിയെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ആ ഒരു മിനിറ്റോളം നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ തേങ്ങയാണ് ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളമുള്ള തേങ്ങയാണ് ചേർക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ മധുരം ചേർക്കുന്നുണ്ട്. കാരണം ഞാനിന്ന് ഇവിടെ എടുത്ത പഴത്തിന് വലിയ മധുരമൊന്നും ഇല്ലാത്ത പഴമാണ്. അപ്പോൾ അത് ഒരു പഴമാണെന്ന് പറയാനേ കൊള്ളത്തുള്ളൂ. മധുരം കുറവായതുകൊണ്ട് ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെടുക്കുന്ന പഴത്തിന് മധുരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏലക്കയാണ്. ഒരു ഏലക്കയുടെ കുരു നമുക്ക് ചതച്ചിട്ടോ പൊടിച്ചിട്ടോ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ പഞ്ചസാര ഒരു 2.5 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ മധുരമില്ലാത്തത് കൊണ്ടാണ് അത്രയും ചേർത്തത്. കാരണം ചെറിയൊരു പുളിയൊക്കെ വരുന്നുണ്ടായിരുന്നു ഈ പഴത്തിന്. അപ്പോൾ ശരി, നമുക്ക് 1 മിനിറ്റും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. കാരണം പഞ്ചസാരയും കൂടെ ചേർക്കുവാണെങ്കിൽ നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം പോലെ വരും. അപ്പോൾ ആ വെള്ളം ഒക്കെ ഒന്ന് വറ്റിക്കാനായിട്ട് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റോളം തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഇതിലത്തെ ഒത്തിരി വെള്ളമൊന്നും ഇരിക്കുന്നില്ല, നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ടാണ് നമുക്ക് ബാക്കിയുള്ള മിക്സിങ് ചെയ്യേണ്ടത്. മിക്സിംഗ് എന്ന് പറയാൻ വലിയ കാര്യമൊന്നുമില്ല, ഒരൊറ്റ കാര്യം ചേർക്കാനുള്ളൂ. അത് അരിപ്പൊടിയാണ്. അപ്പോൾ ഇത് വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഞാൻ ആദ്യം ചേർക്കുന്നത് 2.5 ടേബിൾ സ്പൂണോളമുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അതായത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഒന്ന് കുഴക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ്. അപ്പം ഞാനത് സ്പൂണിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ അടുത്തതും കൂടെ 1 ടേബിൾ സ്പൂണും കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം 2.5 ടേബിൾ സ്പൂൺ മതിയായിട്ടുണ്ടായിരുന്നില്ല, ഒരു ചെറിയൊരു ഒട്ടൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഒട്ടാത്ത ഒരു പരുവത്തിന്, നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അതുപോലെ തന്നെ ഞാനൊരു 1/2 ടീസ്പൂണോളമുള്ള നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്, ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കത് ബോൾസുകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. അതിനായിട്ട് കയ്യിൽ അല്പം നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് ഉരുളകളാക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഒരു ഷേപ്പിനനുസരിച്ചിട്ടൊക്കെ ഇത് എടുക്കാം. ഞാനിത് കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ലഡു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കാറ്. കാരണം ഇത് പഴം കൊണ്ടുള്ള ലഡു എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ശരിക്കും അത് അതുപോലെ തന്നെയാണ് ഉള്ളത്. നമുക്കതിനൊരു ഒറിജിനാലിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉണക്കമുന്തിരിയൊക്കെ അതിൻ്റെ പുറത്തൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളത് ശരിക്കും വിശ്വസിച്ചോളൂ കേട്ടോ. കാരണം കുഞ്ഞുങ്ങൾ വലിയവരൊന്നും നമുക്ക് പറ്റിക്കാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഇത് നല്ല സോഫ്റ്റായിട്ട് വായിലിട്ട വഴിക്കാൻ അരിഞ്ഞു പോവുകയും ചെയ്യും, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു കണക്കിനാണ് വലുപ്പത്തിലാണ് ഇതൊന്ന് ഉരുളകളാക്കി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ട് വരാം. നിങ്ങൾക്ക് കാണാം എൻ്റെ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ. ഞാൻ നെയ്യ് പുരട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും അല്ലാതെ ഉരുട്ടുവാണെങ്കിലും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ബോൾസൊക്കെ ഇവിടെ റെഡിയാണ്. നമുക്ക് ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഇതുപോലെ ആവിയിലൊന്ന് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം. ഇനി അതല്ല നമുക്ക് എണ്ണയിലോ നെയ്യിലോ ഒക്കെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിന്ന് പറഞ്ഞ പോലെ ഇച്ചിരി ഒരു ഹെൽത്തി ആയിട്ട് വേണമെന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയിലാണ് ഞാനിന്നിപ്പോൾ ഇത് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ തിളച്ച് വന്ന് ആവി വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ അല്പം നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. നെയ്യാണ് നല്ലത്. നെയ്യ് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ബോളുകളാക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്തൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് അത്രയും മതിയാവും. കാരണം ഇതിനകത്തെല്ലാം തന്നെ ആയിട്ടുള്ളതാണ്. 5 മിനിറ്റിൽ അതൊന്ന് ആവി കയറ്റി ആവി കയറുമ്പോൾ ആ അരിപ്പൊടിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആവി കയറ്റുന്ന റെസിപ്പീസൊക്കെ ഇടുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആവിയിൽ കയറ്റുന്നത് എന്തോ നമുക്ക് ഇഡ്ഡലി തട്ടിലും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ഈ സ്റ്റീമർ എടുക്കാൻ കാരണം ഒത്തിരി എണ്ണം കൊള്ളും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സ്റ്റീമർ എടുത്തത്. അപ്പോൾ ആവിയിലത്തെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല നെയ്യുടെയും പഴത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ തൊട്ടൊക്കെ നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിനകത്തോട്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം, ഇങ്ങനെ തന്നെ കഴിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് തേങ്ങ ചെരുകിയതാ, ഞാനിത് കുറച്ച് തേങ്ങ ചെരുകി വെച്ചിട്ടുള്ളതാണ്. ഇതിലൊന്ന് റോൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഈ തേങ്ങയിൽ തന്നെ നമുക്ക് പല രീതിയിലും ചെയ്യാം. അല്പം ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയും അതുപോലെ തന്നെ പട്ട പൊടിച്ചതുണ്ടെങ്കിൽ പട്ട പൊടിച്ചതിൻ്റെ 1-2 നുള്ളും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഈ ഒരു നമ്മൾ വേവിച്ചെടുക്കുന്ന ഈ ബോളുകളൊക്കെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ അതൊക്കെ വേറെ നിങ്ങളുടെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, അങ്ങനെയും ചെയ്യാമെന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റോളുകളാക്കി ഞാനൊന്ന് വെക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ പഴം ഉണ്ടാന്നോ പഴം ലഡു എന്നൊക്കെ വിളിക്കാവുന്ന ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡിയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമൊക്കെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളും വലിയവരൊക്കെ ഒരുപോലെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും വിശപ്പായിരിക്കും ഇവർക്ക് എല്ലാവർക്കും, നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും ഇരിക്കുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പഴം വെച്ചിട്ടാണെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിനകത്തൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മാക്സിമം എങ്ങനെ ചെയ്യാൻ പറ്റുന്നു അത്തരത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.